Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നമ്മൾ ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള essay ചോദ്യങ്ങളുടെ വീഡിയോ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരാണെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. പാർട്ട് എയിൽ 7 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 4 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. സോ ആ 7 ചോദ്യങ്ങൾ സജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ, നമ്പർ 1 മെർജർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എപ്പോഴും വരുന്നതാണ്. മെർജർ എന്താണ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെർജർ, അതിൻ്റെ ടൈപ്സിലെ ഏതെങ്കിലും ഒരെണ്ണമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ റിവേഴ്സ് മെർജർ എന്താണ്, അതുപോലെ തന്നെ കോൺസെൻട്രിക് മെർജർ എന്താണ്, കോൺഗ്ലമറേറ്റ് മെർജർ എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ. കോൺസെൻട്രിക് മെർജർ എന്താണ്, കോൺഗ്ലമറേറ്റ് മെർജർ എന്താണ്. സോ ഇങ്ങനെ മെർജറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം എല്ലാ പേപ്പറിലും വരുന്നതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതാണ് ആദ്യത്തെ സജഷൻ. ഇനി രണ്ടാമത് പറയാനുള്ളതാണ് EVA എന്താണ്, EVA അപ്രോച്ച് എന്താണ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ MBO എന്താണ്, അതുപോലെ തന്നെ LBO എന്താണ്, നിർബന്ധമായും നോക്കണം കേട്ടോ. റിപ്പീറ്റ് ക്വസ്റ്റ്യനാണ് ഇതൊക്കെ. LBO MBO, അതുപോലെ തന്നെ നെക്സ്റ്റ് MBV എന്താണ്, ഇതൊക്കെ നോക്കണം. പിന്നെ ലീസിനെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. ഇപ്പോൾ ഡിറക്റ്റ് ലീസ് എന്താണ് നോക്കിയിരിക്കണം. പിന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ പ്രാവശ്യം ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. സ്പിൻ ഓഫ് എന്താണ്, സെൽ ഓഫ് എന്താണ് എന്ന് ചോദിച്ചിട്ട് സ്പിൻ ഓഫ്, അതുപോലെ തന്നെ സെൽ ഓഫ് എന്താണ്. പിന്നെ ഫിനാൻഷ്യൽ ഡിസ്ട്രസ് എന്താണ്, ഇതിനേക്കാൾ മുമ്പ് വന്നിട്ടുള്ളതാണ്. ഫിനാൻഷ്യൽ ഡിസ്ട്രസ് എന്താണ്. ദെൻ ടെക്നിക്കൽ ടൈമിലുള്ള ഒരു ചോദ്യമാണ് ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്താണ്, ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്താണ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. പിന്നെ ഹൗ ടു ബിൽഡ് ലീസ് അല്ലെങ്കിൽ ബിൽഡിങ് ആൻഡ് ലീസ് ട്രാൻസ്ഫർ, അതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹൗ ടു ബിൽഡ് ലീസ് ട്രാൻസ്ഫർ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ദെൻ ലിവറേജിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്. ലിവറേജ് എന്താണ്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ്, ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജോ, ഫിനാൻഷ്യൽ ലിവറേജോ, കമ്പൈൻഡ് ലിവറേജോ, ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഒരു ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ റേഷനിങ് എന്താണ്, ഇതിനേക്കാൾ മുമ്പ് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്യാപിറ്റൽ റേഷനിങ് എന്താണ്. ഓക്കെ, ദെൻ ഓപ്ഷൻസ് ഡെൽറ്റ, അത് നമ്മൾ ബട്ടർഫ്ലൈ സ്പ്രെഡിൻ്റെ കൂടെ പറയാൻ വിട്ടുപോയൊരു ചോദ്യമാണ്. ഓപ്ഷൻസ് ഡെൽറ്റ എന്താണ് നോക്കിയിരിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് മുമ്പത്തെ പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം, 2 മാർക്കിന് വന്നിട്ടുള്ളതാണ്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ ഫേം നോക്കിയിരിക്കണം. ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതുകൊണ്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്
ഫ്രണ്ട്ലി ടേക്ക് ഓവർ, അതുപോലെ തന്നെ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ, ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ്? ടേക്ക് ഓവറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫ്രണ്ട്ലി ടേക്ക് ഓവർ എന്താണ്, അതുപോലെ തന്നെ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ എന്താണ്? ടേക്ക് ഓവറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ടേക്ക് ഓവർ, മെർജർ, ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസിൽ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ്, സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഒരു സജഷൻ കൂടി വരാറുള്ളത്, ഒരൊറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ബെയർ ഹഗ് എന്താണ്? ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 വെയിറ്റേജിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ്. സോ ഞാൻ എപ്പോഴും പറയുന്നതാണ്, 7 ചോദ്യങ്ങളിൽ 4 എണ്ണം കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളതായിരിക്കും, 3 എണ്ണം ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് 4 എണ്ണം കിട്ടും, ചിലപ്പോൾ 7 എണ്ണം വരാം. അതുപോലെ ആദ്യം മെർജർ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, റിവേഴ്സ് മെർജറോ കോൺസെൻട്രേറ്റീവ് കോൺഗ്ലമറേറ്റ്, ഇതൊക്കെ പ്രതീക്ഷിക്കാം. EVA എന്താണ്? MBO എന്താണ്? LBO ലിവറേജ്ഡ് ബൈ ഔട്ട് എന്ന് പറയുന്നത് മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആണ്. LBO. MBV എന്താണ്? ഡയറക്റ്റ് ലീസ് ചോദിക്കാറുണ്ട്. സ്പിൻ ഓഫ്, സെൽ ഓഫ്, ഫിനാൻഷ്യൽ ഡിസ്ട്രസ് എന്താണ്? ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്താണ്? ഓപ്ഷൻസ് ഡെൽറ്റ, ബിൽഡ് ലീസ് ട്രാൻസ്ഫർ, how to build lease transfer, then leverage-ന്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, ക്യാപിറ്റൽ റേഷനിങ്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം, ഫ്രണ്ട്ലി ടേക്ക് ഓവർ എന്താണ്? ഹോസ്റ്റൈൽ ടേക്ക് ഓവർ എന്താണ്? സസ്റ്റൈനബിൾ ഗ്രോത്ത്, ബേ ഹഗ് എന്താണ്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 2 വെയിറ്റേജിൻ്റെ ഉള്ള ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഇതാണ്. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് എ. ഇനി പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.